ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായിച്ചു നോക്കിയാലോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം തിരുവചനം. എന്താണ് നമുക്ക് നോക്കാം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സമ്പത്തും ആരോഗ്യവും ഇല്ലെങ്കിൽ അതിൽ എന്തോ പിശകുണ്ടെന്ന് പഠിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ പേരാണ് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഗോസ്പൽ. ഇതിനൊരു മറ്റൊരു പേരാണ് സാമ്പത്തിക ഐശ്വര്യത്തിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ. ചില പുതിയ നിയമവചനങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ പറയുന്നവർ ആശയം അവതരിപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെപ്പോലെ ആയിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. യേശുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവെന്നും അതിനാൽ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെട്ടുവെന്നുമാണ് ചിലർ ഈ വചനം വ്യാഖ്യാനിച്ച് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് ബൈബിൾ നല്ല പരിചയമില്ലാത്തവർക്ക് തോന്നും. യേശുവിൽ നന്നായി വിശ്വസിക്കുന്നവർക്ക് രോഗപീഠകൾ ഉണ്ടാവുക അസാധ്യം എന്നുവരെ ചിലർ പഠിപ്പിക്കുന്നു. മറ്റൊരു പഠനമാണ് ക്രിസ്ത്യാനികൾ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നുവെങ്കിൽ അത് വിശ്വാസക്കുറവ് മൂലമാണെന്ന് മറ്റു ചില ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചിലർ സമർത്ഥിക്കുന്നു. ഈ കാര്യം വ്യക്തമാക്കാനായി ചിലർ ഉപയോഗിക്കുന്ന വചനം ഇതാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. സമ്പന്നർ അവരുടെ സമ്പത്ത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ വിശുദ്ധ പൗലോസ് പറഞ്ഞ ഒരു ന്യായമാണിത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തപ്പെടണം. അതിനാൽ ഒരുവൻ്റെ കഴിവ് അനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. ആദിമസഭ ദരിദ്രരായവരെ സാമ്പത്തികമായി സഹായിച്ചിരുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്: ആദിമസഭയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ മറ്റ് ക്രിസ്ത്യാനികൾ അവരെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. അങ്ങനെ അവരുടെ ഇല്ലായ്മയിലും അവർക്ക് അത്യാവശ്യങ്ങൾ നടത്താൻ കഴിഞ്ഞു. യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസർ രോഗിയായി മാറിയ കാര്യവും രോഗം മൂർജിച്ച് മരിച്ച കാര്യവും അതുമൂലം ലാസറിൻ്റെ സഹോദരിമാർക്കുണ്ടായ സഹനത്തിൻ്റെ കാര്യവും പുതിയ നിയമം വിവരിക്കുന്നുണ്ടല്ലോ. യേശു പറഞ്ഞ ഒരു ഉപമയിൽ സമ്പന്നൻ്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ദരിദ്രനും രോഗിയുമായ ലാസറിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ദാരിദ്ര്യത്തിലും രോഗത്തിലും കഴിയുമ്പോൾ തന്നെയാണ് മരിക്കുന്നത്. മരണശേഷമാണ് അയാളുടെ രോഗവും ദാരിദ്ര്യവും മാറുന്നത്. മരിച്ചവനെ മാലാഖമാരാണ് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് ആനയിക്കുന്നത്. മരിച്ച ഉടനെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അയാൾ അതിന് യോഗ്യതയുള്ള ഒരു വിശ്വാസി ആയിരിക്കണമല്ലോ. നല്ല വിശ്വാസി ആയിരുന്നെങ്കിലും അയാൾ രോഗിയും ദരിദ്രനുമായിരുന്നു. രോഗിയായ മാറിയ ലാസർ യേശുവിൻ്റെ സുഹൃത്തും യേശുവിൽ നിന്ന് മരണശേഷം 4-ാം നാൾ അത്ഭുതകരമായി അനുഗ്രഹം നേടിയവനും ആയിരുന്നുവല്ലോ. യേശുവിലുള്ള വിശ്വാസം വഴി പാപം ക്ഷമിക്കപ്പെടുമ്പോൾ തന്നെ രോഗവും ദാരിദ്ര്യവും പൂർണ്ണമായി നീക്കപ്പെടുമെന്നും അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ എന്തോ കാര്യമായ കുറവുണ്ടെന്നും വാദിക്കേണ്ടതില്ല. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപം ഉപേക്ഷിക്കാനും പാപങ്ങൾ തിരുത്താനും തീരുമാനമെടുത്ത് യേശുവിൻ്റെ കുരിശിലെ മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും 100% പാപക്ഷമ ലഭിക്കുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസികൾ കുമ്പസാരമെന്ന കൂദാശയിലൂടെ ഈ പാപക്ഷമ സ്വന്തമാക്കുന്നു. പാപം പൂർണ്ണമായി ക്ഷമിക്കപ്പെട്ടവർക്ക് നിത്യരക്ഷ സാധ്യമാണ്. രോഗവും ദാരിദ്ര്യവും ദുർമോഹവും എന്നിവയൊക്കെ ഓരോ വ്യക്തിയും അവരുടെ പരിശ്രമം കൊണ്ട് ദൈവാശ്രയം കൊണ്ടും മാറ്റിയെടുക്കേണ്ടതാണ്. അത്ഭുതകരമായ രോഗസൗഖ്യവും മറ്റ് അനുഗ്രഹങ്ങളും യേശുനാമത്തിൽ പലർക്കും ലഭിക്കാറുണ്ടെന്ന കാര്യം നാം മറക്കരുത്.
അതിനാൽ നമുക്ക് യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.